പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യം 16-ാം അധ്യായം 33-ാം വാക്യം. ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ തീരുമാനമോ യഹോവയാലത്രേ സംഭവിക്കുന്നത്. നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. മനോഹരമായ ഒരു വചനം, ആത്മീക പ്രചോദനം നൽകുന്നതായ വചനം, ദൈവപ്രസാദമുള്ള വചനം ചിന്തയ്ക്കായി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പഴയ നിയമകാലത്ത് മനുഷ്യൻ സ്വതവേ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവർ ഉപയോഗിച്ചതായ ഒരു അക്ഷരിക മാർഗമാണ് ചീട്ടിടിയിൽ. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് മോശ വിടുവിച്ചും കൊണ്ട് മരുഭൂമിയുടെ അവസാന നാളുകളിൽ കടന്നു വരുമ്പോൾ കനാൻ ദേശം അവകാശമാക്കുവാൻ ചില നാളുകൾ മാത്രം ബാക്കിയിരിക്കെ ആ ദേശം കൈവശമാക്കി ഏതെല്ലാം ഗോത്രത്തിന് എങ്ങനെയൊക്കെ വീതിക്കണമെന്ന് മോശ തന്നെ ഒരു തീരുമാനമെടുക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ അതിനൊക്കെയും താൻ ചീട്ടിട്ട് തീരുമാനമെടുത്തു എന്ന് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിനുശേഷം വേറൊരു സംഭവം നമ്മൾ നോക്കിയാൽ, ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ, ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കുവാൻ മനുഷ്യൻ്റെ തീരുമാനമോ നിഗമനമോ അവൻ്റെ അഭിപ്രായമോ അത് യോഗ്യമല്ലാതെ വരുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു ക്രൈം ഒരു ദേശത്ത് നടന്നാൽ അത് കുറ്റം ചെയ്തത് ആരാണ്, ഇല്ലെങ്കിൽ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ ആര് നിമിത്തമാണ് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നതെന്ന് മനുഷ്യർ തന്നെ ഒരു നിഗമനത്തിലെത്താതെ, ഒരു മാനുഷിക ഒരു അസ്യൂമിങ്ങിലെത്താതെ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, കർത്താവെ ആര് നിമിത്തമാണ്, എന്തുകൊണ്ടാണ് ഇതെനിക്കിങ്ങനെ സംഭവിച്ചത്, ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ദൈവത്തോട് ചോദിക്കുവാൻ അവർ ചീട്ടിടുക പതിവായിരുന്നു. അങ്ങനെയാണ് യോനായെ കപ്പലിൽ നിന്ന് ചീട്ടിട്ട് കണ്ടുപിടിച്ച്, കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവനെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞ ചരിത്രം നമുക്ക് യോനായുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. മൂന്നാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ഒരു ദൗത്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ ആരെ തിരഞ്ഞെടുക്കണം? നമ്മുടെ മുൻപിൽ പലരും വരും. ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനോ ദൈവഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് കഴിയാതെ വരും. നമ്മുടേതായ ഒരു തീരുമാനത്തിന് സാധുതയില്ലാതായി വരും. അത് തെറ്റോ ശരിയോ ആ വ്യക്തിയിൽ കൂടെ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കും, ആരെ തിരഞ്ഞെടുക്കണം? അങ്ങനെയാണ് യേശുവിനെ കാണിച്ചു കൊടുത്തതായ ഇസ്കറിയാത്ത് യൂദായ്ക്ക് പകരം ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ നാശകനായ യൂദ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നശിച്ചുപോയി. അവൻ നശിച്ചവനായിരുന്നു, അവൻ പോയി. ഇനിയും അവൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം എന്ന് അറിയുന്നതിന് വേണ്ടി 2 വ്യക്തികളെ അവർ തിരഞ്ഞെടുത്ത് നിർത്തി. മത്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചീട്ട് വീണു. അവനെ അവർ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ മനുഷ്യൻ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തമായ തീരുമാനങ്ങളും സ്വന്തമായ തിരഞ്ഞെടുപ്പുകളും അവർക്ക് തന്നെ ഹാനികരമാകും എന്ന് അവർ ചിന്തിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ആലോചനയ്ക്ക് പ്രതീകമായി പഴയ നിയമകാലത്ത് അക്ഷരികമായി അവർ ചീട്ടിടുക പതിവായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനിയും നമുക്ക് പുതിയ നിയമത്തിലേക്കൊന്ന് വരാം. പുതിയ നിയമത്തിൽ ചീട്ടിടിയിൽ എന്ന് പറയുന്ന സംഗതിയില്ല. ദൈവത്തോട് ഡയറക്റ്റ് അങ്ങ് ചോദിക്കുക. അതിനും ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് തത്തുല്യമായി, ചീട്ടിടിയിലിന് തത്തുല്യമായി ഒരു പ്രക്രിയ പറയുന്നുണ്ട്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ ഒരു രൂപാന്തരം മനുഷ്യനിൽ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് അവരുടേതല്ലാത്തതായ ഒരു രൂപം ഉൾക്കൊള്ളുക, ഒരു ദാസരൂപം.
എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിവില്ലാത്ത ഒരു കാര്യം. കർത്താവെ, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ഏത് പാതയിൽ പോകണം, ഞങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കേണ്ടു, എന്ത് സംസാരിക്കേണ്ടു, എങ്ങനെയാണ് ഞങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ കാര്യസ്ഥമാക്കേണ്ടത് എന്നറിയുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെന്നെടുക്കുന്നതായ ദാസരൂപത്തെയാണ് രൂപാന്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ പരീശന്മാരുടെയും പള്ളിപ്രമാണികളുടെയും പടയാളികളുടെയും കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് തലേരാത്രിയിൽ താൻ മറുരൂപമലയിൽ പോയി. ശിഷ്യന്മാർ തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ അവിടെ വെച്ച് രൂപാന്തരപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. എന്തായിരുന്നു തൻ്റെ രൂപാന്തരം? തൻ്റെ സങ്കടങ്ങൾ ദൈവത്തോട്, പിതാവിനോട് പറഞ്ഞു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം. താൻ ഹൃദയം നൊന്ത് പിതാവിനോട് പറഞ്ഞു. തൻ്റെ അവസ്ഥകളെക്കുറിച്ച് താൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ പിതാവ് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തനിക്ക് വെളിപ്പെടുത്തിയിട്ടായിരിക്കണം തൊട്ടടുത്ത സമയത്തിൽ താൻ ഒരു ദാസരൂപമെടുത്തു. താൻ തന്നെ മറുരൂപപ്പെട്ട് അതിനുശേഷം പറയുകയാണ്, എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പറയുന്നതായ ഒരു തീരുമാനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ അവസ്ഥയെ രൂപാന്തരമല അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നതായ ഒരു പ്രക്രിയ എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ നമുക്ക് ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് തന്നെ തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ചില ഭാഗങ്ങളുണ്ട്. ഉദാഹരണമായി, ഒരു യൗവനക്കാരൻ തൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം താൻ ഒരു ജോലിക്ക് അപേക്ഷിച്ചെന്നിരിക്കട്ടെ. തൻ്റെ റിസ്യൂമെല്ലാം ഭംഗിയായി ചെയ്തു, തൻ്റെ നെറ്റ്വർക്കിംഗ് എല്ലാം ചെയ്തു, പല കമ്പനികളിൽ നിന്ന് തനിക്ക് ഇൻ്റർവ്യൂ കാർഡുകൾ കിട്ടി. പക്ഷേ ഏത് കമ്പനിയെ തിരഞ്ഞെടുക്കണമെന്ന് തനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നി. എല്ലായിടത്തും അഭിമുഖങ്ങൾക്കായി താൻ നല്ല പരിശീലനങ്ങളൊക്കെ ചെയ്തു, നല്ല ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു. അതിനുശേഷം താൻ പറയും, എല്ലായിടത്തും നല്ലതായി എക്സാമെല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, അഭിമുഖമെല്ലാം നല്ലതായിരുന്നു, ഇനിയും ദൈവഹിതം. ഇതാണ് സ്വതവേ മനുഷ്യൻ പറയുന്ന ഒരവസ്ഥ. എന്നാൽ ഒരു ദൈവ പൈതൽ അത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യും. നോക്കൂ, ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ തീരുമാനമോ യഹോവയാൽ വരുന്നു. ചിലപ്പോൾ നാം ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തതായ പല കമ്പനികളിലും പല ജോലി സ്ഥലങ്ങളിലും നമുക്ക് പ്രവേശനം കിട്ടിയില്ല എന്ന് വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. നമ്മൾ ഇച്ഛിക്കാത്തതും തിരഞ്ഞെടുക്കാത്തതുമായ ഒരു ജോലി നമുക്ക് തരും. അതിൻ്റെ അർത്ഥം മറ്റേതൊന്നും നിൻ്റെ ഭാവിക്ക് നല്ലതായിരുന്നില്ല എന്ന് നമുക്ക് മുൻ കാണുവാനുള്ളതായ ഒരു കഴിവില്ലായ്മ. പക്ഷെങ്കിൽ അത് ദൈവം ദർശിക്കുന്നു. ദൈവം അതിൻ്റെ സാധ്യതകളെയും അതിൻ്റെ ദോഷങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന ദൈവത്തിൽ നിന്ന് നാം ദൈവത്തോട് അഭിപ്രായം ചോദിക്കുന്നു. മറുരൂപമലയിൽ നമുക്കും മറുരൂപമലയിൽ പോകുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ വെച്ച് ദൈവത്തോട് നമ്മുടെ അവസ്ഥകൾ പറയുന്ന ഒരു അനുഭവമുണ്ട്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി മനസ്സിനെ പുതുക്കി ഒരു പുതിയ രൂപം. എന്താണ് ആ പുതിയ രൂപം? അതുവരെയും നമ്മൾ സ്വന്തമായി തീരുമാനമെടുത്തതായ ഒരു ബോസിൻ്റെ പവർ, ഒരു മാനുഷിക പവർ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ മറുരൂപമലയിൽ ചെല്ലുമ്പോൾ നമ്മുടെ പവറെല്ലാം അങ്ങ് ലൂസായി പോകും, നഷ്ടമായി പോകും, താഴും. ദാസരൂപമെടുത്തു, അവൻ ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി. എന്നിട്ട് പറയും, എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാം വായിച്ച ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ചീട്ട് മടിയിൽ ഇടുന്നു, അതിൻ്റെ തീരുമാനമോ യഹോവയാൽ അത്രേ. എന്താണ് ഈ മടി? കർത്താവേ, ഞങ്ങൾക്ക് നിൻ്റെ ഹിതം കാണിച്ചു തരണമേ എന്നുള്ളതായ ഒരു പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലെ സംരംഭങ്ങളിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ തലമുറകളുടെ വിഷയത്തിലും കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും ആത്മീകമായ സംരംഭങ്ങളിലും ആത്മീകമായും ഭൗമികമായ തീരുമാനങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടതയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഏതിനെ തിരഞ്ഞെടുക്കേണ്ടു, എങ്ങനെയാണ് നമുക്ക് സുഗമമായ ഒരു ജീവിതം ചെയ്യുവാൻ കഴിയുക, ദോഷകത്തിൽ നിന്ന് മാറി എങ്ങനെ ദൈവഹിതത്തിന് പ്രകാരം നടക്കുവാൻ കഴിയും, എന്തിനെ അവകാശമാക്കണം, ആരെയാണ് കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടത്, ആര് നിമിത്തമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനലൈസിങ് നടത്തണമെങ്കിൽ നാം മറുരൂപമലയിലേക്ക് പോകുന്ന ഒരു അനുഭവം മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുന്നു. അതിനുശേഷം നാം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് ഏതിനെ തിരഞ്ഞെടുക്കേണ്ടു എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരനുഭവം. ഈ പ്രഭാതത്തിലെ ഈ സന്ദേശം
നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെ എടുക്കുവാൻ, ദൈവഹിതത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ, നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളെ, നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ ബലഹീനതകളെ, നിങ്ങളുടെ രോഗങ്ങളെ, നിങ്ങളുടെ വേദനകളെ ദൈവത്തോട് സമർപ്പിച്ച് അവനോട് ചോദിക്കുന്നതായ അനുഭവം, കർത്താവേ, നിൻ്റെ ഹിതം എന്താണ്? എൻ്റെ ഹിതം ഒന്നും വേണ്ട, നിൻ്റെ ഹിതം എന്നെ അറിയിക്കണമേ. ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ തീരുമാനമോ യഹോവയാൽ സംഭവിക്കുന്നു. അതിനെ നാം തിരഞ്ഞെടുക്കുവാൻ ബാധ്യസ്ഥരാകുമ്പോൾ അതിൻ്റെ അന്തം വിശ്രാമമായിരിക്കും, സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കാം. ആ അനുഭവത്തിലേക്ക് ദൈവം ഈ പ്രഭാതത്തിൽ നാം നടന്ന് വളരുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.